അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പാദവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തെ പരീക്ഷ ഈ വരുന്ന 24-ാം തീയതി ജൂലൈ മാസം 24-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 31-ാം തീയതി അവസാനിക്കും. അപ്പോൾ ഈ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠഭാഗത്തിൽ നിന്നും ഏതുവരെ പരീക്ഷയ്ക്ക് വരുമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷ തുടങ്ങുന്നത് 24-ാം തീയതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് തൊട്ടടുത്തുള്ള ദിവസമാണ് പരീക്ഷ ഉണ്ടാവുക, അതായത് ശനിയാഴ്ചയാണ്. ആദ്യ പരീക്ഷ ഖിറാഅത്താണ്, തഫ്ഹീം വായന, വായിപ്പിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെ തൊട്ടുകൊണ്ട് വായിപ്പിക്കുന്ന പ്രവർത്തനമായിരിക്കും. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ചെയ്യും, വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ എത്ര പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക നോക്കാം. അപ്പോൾ നമ്മൾ ഷവ്വാലിൽ നമ്മൾ ഒരു അലിഫ് പഠിപ്പിച്ചു, അതുപോലെ ഫതഹും കെസറും പഠിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ദീനിയാത്ത് അഖ്ലാഖിൽ നബിയെക്കുറിച്ച്, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പാഠത്തിൽ നബി തങ്ങളുടെ ബയോഡാറ്റ, നബി തങ്ങളെക്കുറിച്ചും നബിയുടെ ഉപ്പാനെക്കുറിച്ചൊക്കെ പഠിച്ചു, പേരുകളൊക്കെ പഠിച്ചു. പിന്നീട് ദുൽഖഅദിൽ നമ്മൾ ലൊമ്മ് പഠിച്ചു, ബാ, അതുപോലെ തന്നെ ബൈത്ത് എന്നുള്ള ആ പാഠം, അതുപോലെ ദാല്, അതുപോലെ ലൊമ്മ്, തൻമീൻ ലൊമ്മ്, സുക്കൂന്, താ, ഇതൊക്കെയാണ് ദുൽഖഅദിൽ നമ്മൾ പഠിപ്പിച്ചത് കുട്ടികൾക്ക്. പിന്നെ അതുപോലെ ദുൽഹിജ്ജ മാസത്തിൽ 3 അക്ഷരങ്ങളാണ് പഠിപ്പിച്ചത്, നൂന്, അതുപോലെ ലാമ്, റാ, ഈ 3 അക്ഷരങ്ങളാണ്. ഇപ്പോൾ ലബീനുൻ, അതുപോലെ നൂന് നബത്തുൻ, അതുപോലെ റാ റജുലുൻ. പിന്നെ അതോടുകൂടെ തന്നെ അല്ലാഹു തആല എന്നുള്ളൊരു പാഠം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നൊരു പാഠമാണ്. അതിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ പഠിപ്പിക്കുക. ദീനിയാത്ത് അഖ്ലാഖിൽ അതൊക്കെ ഉണ്ടാകും. ഇപ്രാവശ്യം ദീനിയാത്ത് അഖ്ലാഖില്ല, അടുത്ത അർദ്ധവാർഷിക പരീക്ഷയ്ക്കാണ് എന്തുണ്ടാവുക, ദീനിയാത്ത് അഖ്ലാഖ് ഉണ്ടാവുക. പിന്നെ മുഹറം മാസം വരെയാണ് നമ്മുടെ പാഠഭാഗം ഉള്ളത്. മുഹറം മാസം വരെയുള്ള പാഠഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതിൽ നമ്മൾ 14 പാഠങ്ങളാണ്, തഫ്ഹീമിൽ നിന്ന് 14 പാഠങ്ങളിലെ അക്ഷരങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും പഠിപ്പിക്കണം. അപ്പോൾ അതിൽ കാഫ് വരുന്നുണ്ട്, അതുപോലെ വാവ്, മീമ്, സീന്, യാ, ഈ വരുന്ന അക്ഷരങ്ങൾ അത് 14 പാഠത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന അക്ഷരങ്ങളാണ്, ഇതുവരെ പറഞ്ഞ അക്ഷരങ്ങൾ. തഫ്ഹീം 2 തരത്തിലുണ്ടാകും. ആദ്യത്തെ ദിവസം, അതായത് ശനിയാഴ്ച വരുന്നത് ഖിറാഅത്താണ്, വായനയാണ്. തൊട്ട് കാണിച്ചുകൊണ്ട് കുട്ടികൾ വായിച്ചു കൊടുക്കുക ഉസ്താദിന്, അങ്ങനെയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസം ഞായറാഴ്ചയാന്ന് തോന്നുന്നു, ആ ദിവസത്തിൽ നടക്കുന്നത് എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷ എന്ന് പറഞ്ഞാൽ പേപ്പറിൽ എന്ത് ചെയ്യും, കുട്ടികൾ എഴുതി കൊടുക്കലാണ്. ചിലപ്പോൾ തുടക്കത്തിലുള്ള അക്ഷരം കാണൂല, അത് എഴുതി കൊടുക്കേണ്ടി വരും. തംബ്ർ എന്നുള്ളത് താഗ് കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പോൾ അത് എഴുതി കൊടുക്കേണ്ട, ചിത്രം കൊടുത്തിട്ടുണ്ടാവും അവിടെ. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി എഴുതുന്ന പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എഴുത്തു പരീക്ഷയും വായന പരീക്ഷയും രണ്ടും 2 തരത്തിലാണ്. ഒന്ന് തൊട്ട് വായിക്കലും മറ്റത് എഴുതി കൊടുക്കലാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ കയ്യിൽ എന്ത് ചെയ്യണം, കളർ പെൻസില്, അതുപോലെ തന്നെ പെൻസില്, പേന, അതുപോലെ സ്ലൈറ്റ്, ഇതൊക്കെ കൊടുത്തയക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു ക്ലാസ്സുകളുടെ വീഡിയോ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.